എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോ ജനനമില്ലാത്തവനും ആദിയില്ലാത്തവനും മരണമില്ലാത്തവനും ഈ ലോകം അടക്കി ഭരിക്കുന്നു. ഉപനിഷത്തിൽ കടന്നു പോകുമ്പോൾ കാണാം, ഏകോദേവ സർവേഷു ഗൂഢക സർവവ്യാപി സർവഭൂതാത്മ കർമാധ്യക്ഷ സാക്ഷി ചേതരോ നിർഗുണക്ഷ ഏകോദേവ സർവഭൂതേഷു ഗൂഢ. സർവവ്യാപി, ഒരു ദൈവം ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നവൻ. ഉപനിഷത്തിന് അങ്ങനെയുണ്ട്. ബൈബിളിലും ധാരാളം സ്ഥലങ്ങളിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മളിന്ന് കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നൊരു വേദികൾ ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് ഒരു വലിയ മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ പരസ്പരം പഠിക്കാൻ തയ്യാറാകാത്തതൊരു വിഷയമാണ്. അപ്പോൾ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നബി തിരുമേനിയെ ഇവിടെയുള്ള പ്രഭാഷകന്മാരൊക്കെ പറഞ്ഞ പോലെ നബി തിരുമേനിയെ അടുത്തറിയുക. നബി തിരുമേനിയെ അടുത്തറിയുന്നതിൽ സമൂഹം പരാജയപ്പെട്ടിരിക്കുകയാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ സമാപിക്കാം. നബി തിരുമേനിയെ അടുത്തറിയുന്തോറും അവിടത്തോടുള്ള ഹുബ്ബ് കൂടും. ഇപ്പൊ ഈ റബീഉൽ അവ്വൽ